നമസ്കാരം. ഇറാനിൽ മനുഷ്യക്കുരുതിക്കൊരുങ്ങിയ അമേരിക്കൻ പട. മനുഷ്യ കവചം തീർത്ത് ഇറാന്റെ യുവാക്കൾ. ട്രംപിന്റെ അന്ത്യശാസനം തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇറാനിൽ മനുഷ്യക്കുരുതിക്കൊരുങ്ങുകയാണ് അമേരിക്കൻ പട. എന്നാൽ ആണവ വൈദ്യുത നിലയങ്ങളെ പൊതിഞ്ഞ് ഇറാനിയൻ യുവജനത മനുഷ്യ കവചം തീർത്ത് ഇറാന്റെ രക്ഷയ്ക്കൊരുങ്ങുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുവാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം അവസാനിക്കാനിരിക്കെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കവുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും പ്രതീകാത്മകമായിട്ട് മനുഷ്യ കവചം തീർക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള യാത്ര. അപ്പോൾ ഇവിടെ ആഗോള ഷിപ്പിംഗ് പാതയായ ഹോർമുസ് കടലിടുക്ക് ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ 5:30 മുമ്പ് തുറന്നില്ല എങ്കിൽ ഇറാനെ തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെയാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. കായിക താരങ്ങൾ, കലാകാരന്മാർ, വിദ്യാർത്ഥികൾ എന്നിവരടങ്ങുന്ന ഇറാനിയൻ യുവജനതയോട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് സമീപം ഒത്തുചേരുവാൻ ഇറാൻ കായിക യുവജന മന്ത്രാലയം നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. യുവാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഒരു മനുഷ്യച്ചങ്ങല രൂപീകരിക്കുന്നത് എന്ന് ഡെപ്യൂട്ടി അലിറസ റഹീമി വീഡിയോ സന്ദേശത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. രാജ്യമെമ്പാടുമുള്ള യുവാക്കളുടെ പങ്കാളിത്തത്തോടെ വൈദ്യുത നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യച്ചങ്ങല രൂപപ്പെടുത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതായിട്ടും, കൂടാതെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് സംരക്ഷിക്കുന്നതിനും ശോഭനമായിട്ടുള്ള ഭാവി കെട്ടിപ്പടുക്കുന്നതിനുമുള്ള യുവാക്കളുടെ പ്രതിബദ്ധതയുടെ അടയാളമായിരിക്കണം അത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇറാൻ ഉടനെ തന്നെ ഒരു കരാറിലെത്തുകയോ അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുകയോ ചെയ്തില്ല എങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നാണ്. അതായത് ഇറാനിയൻ വൈദ്യുത നിലയങ്ങൾ, പാലങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആക്രമിച്ച് കീഴടക്കും അല്ലെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്നുള്ളതാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ നീക്കം നടക്കുന്നത്. തിളക്കമാർന്ന ഭാവിക്ക് വേണ്ടിയുള്ള ഇറാനിയൻ യുവതയുടെ മനുഷ്യ കവചം എന്നാണ് ഇപ്പോൾ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഈ നീക്കത്തിന് ഇറാൻ നൽകിയിരിക്കുന്ന പേര് എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഐക്യം പ്രകടിപ്പിക്കുന്നതിനും ഈ നടപടി അനിവാര്യമാണ് എന്ന് ഇറാൻ ഭരണകൂടം വിശ്വസിക്കുന്നു. ഇറാന്റെ ഈ നടപടി ആ നടപടിയോട് യോജിക്കുന്നുണ്ടോ മറ്റുള്ള രാജ്യങ്ങൾ എന്നാണ്. അപ്പോൾ ഇവിടെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും അതിരൂക്ഷമായിട്ടുള്ള പ്രകോപനങ്ങളാണ് ഉണ്ടാകുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ഈ സമാധാനപരമായിട്ടുള്ള കരാറിലെത്തിയില്ല എങ്കിൽ ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യശാസനം എന്ന് പറയുന്നത്. അങ്ങനെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ ഈ പ്രഖ്യാപനത്തിൽ വരാനിരിക്കുന്ന ആക്രമണത്തെ പവർ പ്ലാന്റ് ഡേ എന്നും ബ്രിഡ്ജ് ഡേ എന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയാണ് ട്രംപ്. ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കപ്പെട്ടാൽ രാജ്യം പുനർനിർമ്മിക്കുവാൻ ചുരുങ്ങിയത് 20 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ മനുഷ്യാവകാശ സംഘടനകളും നിയമവിദഗ്ധരും ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അത് ആക്രമിക്കുന്നത് യുദ്ധകുറ്റമാക്കുമെന്ന് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിലും ട്രംപ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇറാനിലെ ജനങ്ങൾ തന്നെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഈ നീക്കത്തെ പിന്തുണയ്ക്കുമെന്നാണ് ട്രംപിന്റെ വാദം എന്ന് പറയുന്നത്. എന്തായാലും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനക്കടത്ത് പാതകളിൽ ഒന്നായിട്ടുള്ള ഹോർമീസ് കടലിടുക്ക്, ആ കടലിടുക്കിലെ ഉപരോധം ആഗോള സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഏതാനും മണിക്കൂറുകൾ ലോകം ചിലപ്പോൾ ആകാംക്ഷയോടെയും ആശങ്കയോടെയും ആയിരിക്കും ഉറ്റുനോക്കുന്നത് എന്നതാണ്. മനുഷ്യ കവചം തീർക്കാൻ ഇറാന്റെ നീക്കം അമേരിക്കൻ ആക്രമണത്തെ തടയുമോ അതോ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമോ എന്നത് നിർണായകമായിരുന്നു. ആക്രമണങ്ങളിൽ ഇറാനിലെ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ ആശങ്കകളെ ട്രംപ് തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഭരണകൂടത്തെ എതിർക്കുന്ന ഇറാൻ ജനത ഇത്തരം നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് പറഞ്ഞു. അപ്പോൾ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന യുദ്ധക്കുറ്റമാകുമെന്ന് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുമ്പോഴും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് യാത്ര. ഇറാനിൽ അതുകൊണ്ട് തന്നെ മനുഷ്യക്കുരുതിക്കൊരുങ്ങുകയാണ് അമേരിക്കൻ പട എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ആ അമേരിക്കൻ പടയുടെ തന്ത്രങ്ങളിൽ തട്ടി ഇറാനിൽ മനുഷ്യക്കുരുതിക്ക് ഒരുങ്ങിയാണ് അമേരിക്കൻ പട മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ മനുഷ്യക്കുരുതിക്ക് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി എന്നുള്ളതാണ്. പക്ഷെ അവിടെ സ്വന്തം രാജ്യത്തെ യുവജനത എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങളെ മുഴുവൻ തൻ്റെ കൈക്കുമ്പിളിൽ ഒതുക്കിക്കൊണ്ട് അവരവിടെ മനുഷ്യ കവചം തീർക്കുകയാണ്. ഈ പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും പ്രതീകാത്മകമായിട്ട് മനുഷ്യ കവചം തീർക്കുവാനുള്ള അവിടുത്തെ യുവാക്കൾ നടത്തുന്നു. അപ്പോൾ ഇറാനിൽ ഇനി മണിക്കൂറുകൾ കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഇനി അതല്ല, അതിൽ നിന്നൊരു പിന്മാറ്റമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, അതായത് അമേരിക്കയുമായി അല്ലെങ്കിൽ ഇസ്രായേലുമായി നടക്കുന്ന ഇറാനുമായിട്ടുള്ള ചർച്ചകൾ ഏതെങ്കിലും വിധത്തിൽ പുരോഗമിക്കുന്നുണ്ട്, ആ പുരോഗമനത്തിൽ ഒരു വിജയ സാധ്യത ഉണ്ടെങ്കിൽ ഈ പറയുന്ന
മനുഷ്യക്കുരുതി എന്ന് പറയപ്പെടുന്നതിന് താൽക്കാലികമായിട്ടൊരു വിരാമം ഉണ്ടായേക്കാം. പക്ഷെ അതല്ല എങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ അമേരിക്കൻ പട ഇറാനിലേക്ക് ഇടിച്ചു കയറുകയും മനുഷ്യക്കുരുതി നടത്തുകയും ചെയ്യും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അവിടുത്തെ രാജ്യത്തെ ഇറാനികൾ അല്ലെങ്കിൽ ഇറാൻ യുവത എന്ന് പറയപ്പെടുന്നത് ഒരു മനുഷ്യ കവചം തീർക്കുകയാണ്. ആ മനുഷ്യ കവചം തീർത്തുകൊണ്ട് അവർ ഈ അമേരിക്കയുടെ ഈ തന്ത്രങ്ങളെ, ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റത്തെയൊക്കെ തകർക്കുവാനുള്ള ഒരു ശ്രമം നടത്തുവാൻ അവർ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ യുവജനത ഒരു മനുഷ്യ കവചം തീർത്ത് ഇറാനെ രക്ഷിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ സൈന്യത്തിൽ നിന്ന്.